ലൈഫിൽ ചില സമയത്തെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ടാവില്ലേ, ഞാൻ നേരത്തെ തന്നെ ചില ഡിസിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഞാൻ സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സ് പറയുന്ന കാര്യം ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുമായിരുന്നില്ല അല്ലേ, അയ്യോ ഞാൻ അന്ന് ഈ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇന്നിങ്ങനെ ആവുമായിരുന്നില്ല എന്നുള്ള കാര്യം എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ. അതായത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഡിസിഷൻ നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് തോന്നിയിട്ടുണ്ടാവും, അതായത് ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് നന്നായിരിക്കും, ചിലപ്പോൾ നല്ല ഒരു റിസൾട്ട് കിട്ടിയിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ മടിച്ചിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ പേടി കൊണ്ടായിരിക്കാം, പല കാരണങ്ങളും കൊണ്ട് നമ്മൾ ചിലപ്പോൾ ആ ഡിസിഷൻ എടുക്കാൻ ചെറുതായിട്ടൊന്ന് വൈകിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ കാര്യങ്ങളും തകിടം മറിയുന്നതായിട്ട് നമ്മളുടെ ലൈഫിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ആ സമയത്ത് വളരെ ഡെയറോടുകൂടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഡിസിഷൻസും അല്ലെങ്കിൽ പല റിസൾട്ടും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതിലേക്ക് നമുക്ക് എത്താൻ പറ്റുമായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മിസ്സിനറിയാം. നമ്മളുടെ ഫൈനലായിട്ടുള്ള എക്സാംസ് വരാൻ വേണ്ടി ഇനി നമ്മളുടെ കയ്യിൽ വെറും 1 മാസം മാത്രമാണുള്ളത്. അപ്പോൾ പലരും ഇത്രയും ദിവസം പല കാരണങ്ങൾ കൊണ്ട് ഞാൻ ഇന്ന് പഠിക്കണം, അല്ലെങ്കിൽ നാളെ പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് പഠിക്കാം, എക്സാം ആയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പഠിക്കണം ഞാൻ ഇന്ന് പഠിച്ചു തുടങ്ങും എന്നൊക്കെ വിചാരിച്ചിട്ടും കറക്റ്റായിട്ട് പഠിച്ച് ഇതുവരെ തുടങ്ങാത്ത ഒരുപാട് പേര് ഇതിൻ്റെ ഇടയിലുണ്ടാവും ഇല്ലേ മക്കളെ. അതുപോലെ തന്നെ പഠിക്കുന്നുണ്ട്, പക്ഷെ പ്രോപ്പറായിട്ട് എനിക്ക് ഒരു ചാപ്റ്ററും അറിയില്ല അല്ലേ. പല കാര്യങ്ങൾ എവിടെയൊക്കെയോ എനിക്കറിയാം, പക്ഷെ എന്നാലും എനിക്ക് എവിടെയൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ടാവും ക്ലാസ്സുകളും ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എക്സാംസിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എനിക്ക് ആൻസർ ചെയ്യാൻ വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ പേപ്പറിലേക്ക് എഴുതി ഫലിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിലും അതാണ് അതിൻ്റെ ഉത്തരം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള മക്കൾ ഇതാ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇതിലത്തെ ഏതെങ്കിലും ഒരാളായിരിക്കും എൻ്റെ കുട്ടികളെന്ന് എനിക്കറിയാം. അപ്പം ഇതിൻ്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മൾ പ്രോപ്പറായിട്ട് അല്ലേ, ഇപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുകയാണെങ്കിലും വെറുതെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല അല്ലേ. അതിലെ ഓരോ കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടാൻ തക്ക വിധം, അല്ലെങ്കിൽ ടീച്ചറിന് 1 മാർക്ക് പോലും എൻ്റെ കുറയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണത് പ്രോപ്പറായിട്ട് എഴുതുക എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഏറ്റവും ഒരു ബെസ്റ്റായിട്ടുള്ള സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പം അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ ആദ്യത്തെ ഡൗട്ട് എന്ന് പറയും, ഇതൊക്കെ എനിക്ക് എങ്ങനെ മനസ്സിലാവും, അല്ലെങ്കിൽ എനിക്കിതൊക്കെ ആരാണ് പറഞ്ഞു തരാ എന്നുള്ള കാര്യം ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരാനും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരാൻ ഇവിടെ എക്സാമിനർ എന്നും ഉണ്ടായിട്ടുണ്ട് അല്ലേ മക്കളെ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നെക്സ്റ്റ് ഇയർ അല്ലേ, ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ വർഷം എന്താണ് ഞാൻ ഇത്രയും ആയി, അവസാനം വരെ ആയി, അപ്പോൾ ഈ വർഷത്തിൽ ഞാൻ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നെക്സ്റ്റ് ഇയറും ഇതേ ഒരു മിസ്റ്റേക്ക് വരുത്തരുത് എന്നുള്ളത് തന്നെയാണല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇന്ന് ഡിസിഷൻ എടുക്കണം. അതായത് നെക്സ്റ്റ് ഇയർ ഞാൻ ഇപ്രാവശ്യം എന്തൊക്കെ മിസ്റ്റേക്സ് ആണോ വരുത്തിയിട്ടുള്ളത് അത് ഞാൻ നെക്സ്റ്റ് ഇയറിൽ എന്തായാലും വരുത്തില്ല അല്ലേ. അപ്പം അതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്ലാസ്സുകൾ മനസ്സിലാക്കി തരാൻ മിസ് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്ലാസ്സസ്, എക്സാമിനറിൻ്റെ ക്ലാസ്സസിലെ ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ കൊണ്ടുവന്നിരുന്നത്. എല്ലാ കണ്ടൻറ്റും എത്ര ഈസി ആയിട്ടാണ് എൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത് എന്നുള്ള കാര്യം മിസ് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി യൂട്യൂബുകളിലൂടെയും ഓൾറെഡി ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളാണെങ്കിൽ നിങ്ങൾക്കത് അറിയുന്ന കാര്യമാണല്ലേ. അപ്പം എല്ലാ ചാപ്റ്റേഴ്സും, എല്ലാ സബ്ജക്റ്റിലെയും ചാപ്റ്റേഴ്സ് ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മളുടെ ബാച്ചിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ നമുക്ക് ഒരു ലേണിംഗ് വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലാസ് കാണുന്ന സമയത്ത് നമുക്ക് എന്ത് വരാം, ഡൗട്ട്സ് വരാം. അപ്പോൾ ആ ഡൗട്ട്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാൻ നമുക്ക് ലൈവുകളുണ്ട് അല്ലേ. ഡൗട്ട് ക്ലിയറിങ് ലൈവുകൾ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോഴും നിങ്ങൾക്ക് എക്സാമുകളുണ്ട്, മെൻറ്റി റിവിഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ്സ് ഒക്കെ തരാൻ വേണ്ടിയിട്ടുള്ള മെൻറ്റീസും ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് റിവിഷൻ ബാച്ച്
ഫ്രീ ആയിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അതായത് നിങ്ങൾക്ക് അവസാനത്തെ എക്സാം എഴുതുന്ന സമയത്തേക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യം, എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് അതേപോലെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. ഇത് മാത്രം മതി. ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട്. നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഇതൊന്നും അന്വേഷിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എന്താണോ എക്സാമിനർ പറയുന്നത് അത് മാത്രം എൻ്റെ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്കിലേക്ക് എത്തും. അപ്പം നിങ്ങൾ എന്താണ്, ഒരു ചെറിയൊരു ഡിസിഷൻ മാത്രമാണ് എടുക്കേണ്ടത്. നിങ്ങൾ അടുത്ത വർഷം എക്സാമിനറിൻ്റെ കൂടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം മാത്രമാണ്. ആ ഒരു റൈറ്റ് ഡിസിഷൻ എൻ്റെ കുട്ടികൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് തന്നെ മാറി മറിയും. നിങ്ങളുടെ പാരൻസിനും ടീച്ചേഴ്സിനും എല്ലാവരെയും എന്തിനുപരി നിങ്ങൾക്ക് തന്നെ പ്രൗഡാക്കാൻ പറ്റുന്ന, എന്നെക്കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഇത്രയും കഴിവുകളുണ്ട്, എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒരു ബെസ്റ്റായിട്ടുള്ള സ്കോറിലേക്ക് എത്താൻ പറ്റുമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്മാർട്ടായിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുക. അതായത് അടുത്ത വർഷം നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കണോ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്കറിയാം, ചിലപ്പോൾ ഒറ്റയടിക്ക് എൻ്റെ കുട്ടികൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ആ ഒരു ഫീസ് അടയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം February 5th വരെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ February 5th ഡേ ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു അവസാന നിമിഷങ്ങൾ അതിനു വേണ്ടി ഉപയോഗിക്കുക. വേഗം തന്നെ ഒരു 2000 rupees കൊടുത്ത് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക നെക്സ്റ്റ് ഇയറിലേക്ക്. ആൻഡ് ബാക്കിയുള്ള ഫീസ് February 5th നിങ്ങൾ അടച്ച് തീർത്താൽ മതി. ആൻഡ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ ബാച്ചും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഈ വർഷത്തെ നിങ്ങളുടെ ഈ തെറ്റുകളൊക്കെ തിരുത്താനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഈ വർഷം തന്നെ കിട്ടാൻ വേണ്ടി പോവാണ്. എല്ലാ ക്ലാസ്സിൻ്റെയും റിവിഷൻ ക്ലാസ്സസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എക്സാംസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ വർഷത്തെ ഈ എക്സാമിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിക്കാനുള്ള ഒരു അവസരവും നെക്സ്റ്റ് ഇയറിൽ ഒരു ടെൻഷനും ഇല്ലാതെ ഫുൾ ഓൺ കോൺഫിഡൻസോടുകൂടെ നിങ്ങൾ ആദ്യം തൊട്ടേ പഠിച്ചു പോകാനുള്ള ഒരു അവസരവുമാണ് നമ്മുടെ ബാച്ചിൽ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റൈറ്റ് ഡിസിഷൻ ഇപ്പോൾ എടുക്കുക. നമ്മൾ പലരും വിചാരിക്കും, ഇനിയിപ്പോൾ അടുത്ത വർഷമല്ലേ, അടുത്ത വർഷം ക്ലാസ് തുടങ്ങിയിട്ട് നോക്കാം, അല്ലെങ്കിൽ ഓണം എക്സാം കഴിഞ്ഞിട്ട് നോക്കാം, ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ട് നോക്കാം, അല്ലെങ്കിൽ പരീക്ഷ ഫൈനൽ എക്സാം ആകുമ്പോൾ നോക്കാം എന്നുള്ള കാര്യം. ഇങ്ങനെ നമ്മൾ ഡിസിഷൻ വൈകിക്കൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മളുടെ ആ ഡ്രീമിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു ദൂരം കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ട് എൻ്റെ കുട്ടികൾക്ക് വരണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ എന്ത് ചെയ്യുക, ദേ താഴെ കാണുന്ന നമ്പറിലേക്ക് വേഗം തന്നെ മെസ്സേജ് ചെയ്യുക. ആൻഡ് ബാച്ചിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ ആ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. ആൻഡ് അഡ്മിഷൻസും കാര്യങ്ങളും ഒക്കെ അവസാനിക്കുന്നതിന് മുമ്പ്, സീറ്റുകളൊക്കെ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ ഒരു സ്ലോട്ട് നിങ്ങൾ എൻ്റെ കുട്ടികൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ മക്കളെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് റൈറ്റ് ഡിസിഷൻ റൈറ്റ് ടൈമിൽ എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികൾ പാരൻസിനോടും എല്ലാവരോടും ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് മിസ്സിന് പറയാനുള്ളത്. സോ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് എല്ലാ മക്കളെയും നമ്മുടെ എക്സാമിനർ ഫാമിലിയിലേക്ക് മിസ് വെൽക്കം ചെയ്യാണ്. സോ താങ്ക് യു.